ഈ വീഡിയോ ഒരു ഡ്രോൺ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആ വീഡിയോ കാണാം. ഞാൻ ഡ്രോൺ ഉണ്ടാക്കുന്നതിൻ്റെ നമുക്കിനിയിപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ഡ്രോൺ ഉണ്ടാക്കാനുള്ള ഇത് ഡ്രോണിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് എൻ്റെ ഉണ്ടാക്കുന്ന സാധനങ്ങളിടുന്ന പെട്ടിയാണ്. എൻ്റെ ലിപ്പോ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ലിഥിയം പോളിമർ ബാറ്ററി ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാനാണ് ഈ ചാർജർ. ഇത് ഐമാക്സിൻ്റെ B6AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർജറാണ്. ഇത് ബാലൻസ്ഡ് ചാർജറാണ്. പിന്നെ ഞാൻ ഡ്രോണിന് യൂസ് ചെയ്യുന്ന റിമോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൈസ്കൈൻ്റെ FS6 എന്ന് പറഞ്ഞിട്ടുള്ള 6 ചാനൽ റേഡിയോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് നല്ലതാണ്. ഇതൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടും. ഇത് ഡ്രോണിന് പ്ലെയിനായിട്ടുള്ളതാണ്. ഇത് ഡ്രോണിനായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് മോട്ടർ, ഞാൻ 1000 kV ബ്രഷ്ലെസ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയും വേറെ ഉണ്ട്, അത് എടുക്കണം. പിന്നെ കൂടുതലും ഞാൻ ഓർഡർ ചെയ്യുന്നത് സാധനങ്ങളൊക്കെ ഫ്ലൈ റോബോ, പിന്നെ റോബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. ഈ സാധനങ്ങളൊന്നും നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ ഇവിടെ ഒന്നും അടുത്തൊരു കടയും ഇല്ല. ഇതൊക്കെ മേടിക്കാനുള്ള കട. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് എത്തിക്കുക ചെയ്യാം. ഇത് ഞങ്ങളുടെ ടെക് ഫസ്റ്റിൻ്റെ പ്രൊജക്റ്റായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അഡ്രീനോ R4 ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ബോർഡാണ് അഡ്രീനോൻ്റെ R4. പിന്നെ ബാറ്ററി ലിഥിയം പോളിമറിൻ്റെ ഈ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പിന്നെ ഈസി ആയിട്ട് ചാർജും ആവും. ഇത് നല്ലൊരു ബാറ്ററിയാണ്. പിന്നെ ഇനിയിപ്പം നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ബാറ്ററി. ഇത് 2200 mAh 35C നല്ലൊരു ബാറ്ററിയാണ്. 2 ബാറ്ററി ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇതാണ് ആ ബാറ്ററീൻ്റെ ചാർജർ. ഐമാക്സ് B6AC എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ബാലൻസ്ഡ് ചാർജറാണ്. ഇത് ബാലൻസ്ഡ് ആണ്. ഇത് ലിഥിയം പോളിമർ അങ്ങനെയുള്ള ബാറ്ററികളൊക്കെ ചാർജ് ചെയ്യാനുള്ളതാണ് ഈ ചാർജർ. പിന്നെ നമുക്ക് വേണ്ടത് KK2 ബോഡീൻ്റെ ഫ്ലൈറ്റ് കൺട്രോളർ. ഇത് ഞാൻ ഫ്ലൈ റോബോന്ന് മേടിച്ചാണ്. ഇത് 4000 രൂപയായി ഇതിന് മാത്രം. പിന്നെ മോട്ടർ, ഡ്രോണിൻ്റെ മോട്ടറാണിത്. ഇതൊക്കെ ഞാൻ ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഊരിയിട്ട് റെഡിയാക്കണം. പിന്നെ പ്രൊപ്പല്ലർ 10 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 പ്രൊപ്പല്ലറും സാധാ പ്രൊപ്പല്ലറും. ഇതെൻ്റെ ഈ റിമോട്ടിൻ്റെ ചാർജർ ബാറ്ററിയാണ്. ഇതിൽ ബാക്കിൽ ബാറ്ററി ഇടാൻ പറ്റും, 4 ബാറ്ററി. പക്ഷേ ഇത് ഒരു ദിവസം പോലും നിൽക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി എടുത്തു, എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കൊടുത്തു. അത് 6 വോൾട്ട്. പിന്നെ ഈ ബാറ്ററീൻ്റെ ചാർജറാണ് ഇത്. ഇതിൽ
5 വോൾട്ട് അല്ല 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജ് ആവും. പിന്നെ നമുക്ക് ഫ്രെയിമിൻ്റെ ബാക്കി പിന്നെ നമുക്ക് ആവശ്യമുള്ള ESC ഇത് 30A ആണ് ESC. പിന്നെ റിസീവർ ഈ റിമോട്ടിന് ഇത് 6 ചാനൽ റേഡിയോ ആണ്. പക്ഷെ ഞാൻ 10 ചാനലിൻ്റെയാണ് ഞാൻ റിസീവർ വാങ്ങിയത്. പിന്നെ എൻ്റെ കയ്യിലുള്ള റെഡി ടു സ്കൈൻ്റെ 40A ESC ആണ്. ഇത് 6Sഉം 4Xും ഒക്കെ പറ്റും. ഇത് നല്ലൊരു ഇതാണ്. ഇത്ര സാധനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ ഇത് ബാറ്ററിൻ്റെ ചാർജറിൻ്റെ കണക്ടറാണ് നമ്മുടെ കയ്യിലുള്ള. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ള ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഡ്രോൺ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ഫ്രെയിം എല്ലാം സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പം ഞാൻ ഇതിലുള്ള മോട്ടറെല്ലാം ഊരണം. ഇത് ഞാൻ പണ്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം റെഡിയാക്കണം. ആ ഫ്രെയിം സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഈ മോട്ടർ എടുത്തിട്ട് ഈ ഫ്രെയിമിലിവിടെ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ എന്നിട്ട് ഇവിടെ 4 സ്ക്രൂ ചെയ്യണം. ഇപ്പോൾ ചെയ്ത് കാണിച്ചു. നമ്മളിപ്പോൾ ഈ മോട്ടർ നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഇവിടെ നമ്മൾ 4 സ്ക്രൂ അടിക്കണം. പക്ഷെ ഞാൻ 1 കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിലും ഞാൻ ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ കണക്ടർ കളയരുത്. ഈ കണക്ടർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കോണ്ടാക്റ്റ് പോവും. അപ്പം ഫ്ലൈയിങ്ങിലൊക്കെ ഇടയ്ക്ക് വിട്ടുപോയി പിന്നെ കണക്ഷൻ ഇല്ലാതെയൊക്കെ ആവും. നമ്മൾ എത്ര സോൾഡർ ചെയ്താലും അത് റെഡി ആവില്ല. ഈ കോപ്പറിൽ ഇത് പിടിക്കില്ല. ഇത് വേറൊരു തരം കോപ്പറാണ്. അപ്പം ഇതിൽ തന്നെ ഇങ്ങനത്തെ കണക്ടറിൽ തന്നെ ചെയ്യാം. ഇതാകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം ഈ 4 മോട്ടറും. ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഈ ഒരു വൈറ്റ് ഇവിടെ അങ്ങനെയല്ല, ഒരു വൈറ്റ് ഇവിടെ ഇതിവിടെ ആണെങ്കിൽ മറ്റേ വൈറ്റ് ഇവിടെ. ഇങ്ങനെ തന്നെ നോക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ താഴെ സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്തിട്ട് ഈ ESCകൾ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ ഈ വയറുകൾ ഇത് 2 കൂടെ ഇവിടെ സോൾഡർ ചെയ്ത് വെക്കണം. ഇനിയിപ്പം ഇത് ഞാൻ സ്ക്രൂ ചെയ്തിട്ട് സോൾഡറിങ് കാണിച്ചു തരാം.